സിനിമയിൽ അടുത്ത ദിവസങ്ങളിലായി കുറച്ച് നല്ല ചിത്രങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും ശ്രദ്ധയാകർഷിക്കപ്പെട്ടതുമായ ഒരു സിനിമയാണ് ഉള്ളൊഴുക്ക്. ആർത്തുല്ലസിച്ച് പെയ്യുന്ന മഴയിൽ, ആ മഴയിൽ പ്രളയമുണ്ടാവുകയും വെള്ളം കെട്ടിക്കിടക്കുകയും, അതെനിക്ക് തോന്നുന്നു കുട്ടനാടിൻ്റെ പ്രദേശങ്ങളിലൊക്കെ നമ്മളത് സാധാരണ അനുഭവിക്കുന്ന ഒന്നാണ്. ആ വെള്ളത്തിൽ, കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർ, അതിൻ്റെ പ്രതലത്തിലാണ് സിനിമ ചിത്രീകരിച്ചിട്ടുള്ളത്. അത് കേവലമായ ഒരു സ്ത്രീപക്ഷ സിനിമ എന്നതിനേക്കാൾ അതൊരു മനുഷ്യപക്ഷ സിനിമ എന്നേ ഞാൻ വിശേഷിപ്പിക്കുകയുള്ളൂ. പ്രത്യേകിച്ച് ഒരു സ്ത്രീ അവരുടെ ഇഷ്ടപ്രകാരം അല്ലെങ്കിൽ അവർ താല്പര്യത്തിലുണ്ടായിരുന്ന ഒരു കാമുകനെ ഉപേക്ഷിച്ചുകൊണ്ട് കുടുംബത്തിൻ്റെ അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ സദാചാര നിർബന്ധത്താൽ മറ്റൊരു മതത്തിൽ സ്നേഹിച്ച ഒരു ഉത്തനെ വിവാഹം കഴിക്കാൻ അനുവദിക്കാതെ സ്വന്തം സമുദായത്തിൽ ഒരാളെ വിവാഹം കഴിക്കേണ്ടി വരുന്നു എന്ന് മാത്രമല്ല, ആ കഴിക്കുന്ന ആൾ വലിയ രോഗിയാണ്, അയാൾ മരിക്കുകയും ചെയ്യും. ആ മരിക്കുന്ന ആളുടെ ശവം അടക്കാൻ കഴിയാതെ, വെള്ളം പൊങ്ങി നിൽക്കുന്നതിനാൽ അടക്കാൻ കഴിയാതെ അനുഭവിക്കുന്ന കുറച്ച് ദിവസങ്ങളിലൂടെയാണ് ഈ കഥ പോകുന്നത്. ഈ സിനിമ ഇപ്പോൾ ഇറക്കപ്പെട്ടിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ആകർഷകമായി നമുക്ക് തോന്നുന്നത് ഇത് പറയുന്ന കഥാതന്തുവാണ്. അതോടൊപ്പം തന്നെ ഈ വേഷം ചെയ്തിട്ടുള്ള എല്ലാവരും, പ്രത്യേകിച്ച് ഉർവശിയാണെങ്കിലും അതുപോലെ തന്നെ പാർവതി തിരുവോത്താണെങ്കിലും വളരെ നല്ല നിലയിൽ ഈ വേഷത്തോട് സത്യസന്ധത പുലർത്തിയിട്ടുണ്ട് എന്ന് പറയാം. എനിക്ക് തോന്നുന്നു ഉർവശിക്ക് ഈ അടുത്ത കാലത്ത് ദേശീയ ശ്രദ്ധ കിട്ടാൻ സാധ്യതയുള്ള ഒരു സിനിമ കൂടിയാണ് ഇത്. സംവിധായകൻ ക്രിസ്റ്റോ ടോമി, അതുപോലെ തന്നെ ഇതിൻ്റെ ഛായാഗ്രാഹകൻ ഷഹനാദ്. പ്രത്യേകിച്ച് ഛായാഗ്രാഹകന്റെ കാര്യത്തിൽ പ്രത്യേകിച്ച് പറയേണ്ടതാണ്. വെള്ളം കെട്ടിക്കിടക്കുന്ന മനുഷ്യർ ജീവിക്കുമ്പോൾ അവരനുഭവിക്കുന്ന പ്രതിസന്ധി, അത് നമ്മൾ ആ വെള്ളത്തിൽ ജീവിക്കുന്നത് പോലെ ഫീൽ ചെയ്യുന്ന തരത്തിൽ ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. എല്ലാ നിലയിലും ഈ സിനിമ കണ്ടിരിക്കേണ്ടതാണ്. എന്നാൽ ചിലപ്പോൾ വളരെ വേഗതയിൽ അല്ലെങ്കിൽ ഓരോ സെക്കൻഡിലും ഓരോ റീൽസിൽ ജീവിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ച് ചിലപ്പോൾ ഒരു സ്ലോ മൂവി പടമായിട്ട് തോന്നിയേക്കാം. എന്നാൽ അതിൻ്റെ മൊത്തം കഥാതന്തു വെച്ച് നോക്കുമ്പോൾ ആ വിഷയം ചിലപ്പോൾ ഈ നിലയിൽ അവതരിപ്പിക്കാൻ കഴിയുമായിരിക്കാം. അതായിരിക്കാം കാരണം. അങ്ങനെ ഒരു സ്ലോ എന്നുള്ളൊരു ആണ് അതിൽ ന്യൂനതയായിട്ട് നമുക്ക് പറയാനുള്ളത്. പക്ഷേ തിയേറ്റർ അനുഭവമായി, ഈ സിനിമയുടെ നേരത്തെ പറഞ്ഞതുപോലുള്ള തിയേറ്റർ അനുഭവമായി തന്നെ ഈ സിനിമ കാണേണ്ടതാണ്. എല്ലാവരും തിയേറ്ററിൽ പോയി ഈ സിനിമ കാണണം എന്നുള്ളതാണ് എൻ്റെ അഭ്യർത്ഥന. നമസ്കാരം.